ക്രിസ്മസ് ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാം. ഞാൻ ഇതുണ്ടാക്കുന്നത് ശർക്കര വെച്ചിട്ടാണ് കേട്ടോ. അപ്പം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരിയാട്ടോ എടുക്കുന്നത്. ഒരു ഗ്ലാസ് എടുക്കുന്നുള്ളൂ. ഇനി ഒരു 6-7 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണേ. കട്ടിയുള്ള തേങ്ങാപ്പാലാണേ. അരയ്ക്കാൻ ആവശ്യമുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 1/4 ഗ്ലാസ് അല്ലാതെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എത്ര തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്കയും കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ. ആ ബാക്കി തേങ്ങാപ്പാൽ മിക്സി കഴുകി അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കണം കേട്ടോ. നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ചേർക്കാനുള്ളത് ശർക്കര പാനിയാണ് കേട്ടോ. അപ്പോൾ 1.25 ഗ്ലാസ് ശർക്കര പാനി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള ശർക്കര പാനി ആണെങ്കിൽ 1 ഗ്ലാസ് മതി കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ലൂസായതുകൊണ്ടാണ് ഞാൻ കാൽ ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ മധുരം കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ മധുരമൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ശർക്കര പാനി ആക്കിയപ്പോഴത്തേക്ക് ഇച്ചിരി ലൂസായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ 1/4 ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുത്തത്. അപ്പം ഇനിയിപ്പം വെള്ളം വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ കിണ്ണത്തപ്പത്തിന് നല്ല കളറ് കാണും കേട്ടോ. ഇനി നമുക്ക് ഇത് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. വേറെ പാത്രത്തിലേക്ക് 2-3 വട്ടം അരിച്ചാൽ നന്നായിട്ട് തന്നെ കിട്ടും. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം എന്താ ഇതിന് ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ ആ ഒരു കൊത്ത് അപ്പം നമുക്ക് മാറി കിട്ടും. അപ്പം നല്ല ഫൈനായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇനിയിപ്പം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം നല്ല കറുത്ത ശർക്കര എടുക്കുന്നതെങ്കിൽ കിണ്ണത്തപ്പന് നല്ല കളർ കിട്ടും കേട്ടോ. എനിയിലുണ്ടായിരുന്ന വെള്ള ശർക്കരയായിരുന്നു കേട്ടോ. കറുത്ത ശർക്കരയ്ക്ക് പോയതാ, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ കിണ്ണത്തപ്പത്തിനൊരു കളറില്ലാത്ത കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം വലിയ കനമൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു അരഭാഗം ഒഴിച്ച് കൊടുക്കണ്ട, അതിലും താഴെ നിന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി പോവും കിണ്ണത്തപ്പത്തിന്. നല്ല നൈസായിട്ടിരിക്കണം, എന്നാലാണ് നല്ലത്. കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു പാനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം അടുത്തതും അത് കണക്ക് തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആട്ടാ ഞാൻ വെച്ച് റെഡിയാക്കി എടുത്തത്. അപ്പോൾ അത് അടുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് കിണ്ണത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടുകയാണോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കിണ്ണത്തപ്പമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.